Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. തമിഴ്നാടു ബിരിയാണി മിസ്റ്ററി. മിസ്റ്ററി എന്നാൽ നിഗൂഢത എന്നാണ് അർത്ഥം. തമിഴ്നാട് ബിരിയാണി നിഗൂഢത. കാനിബൽ കപ്പിൾ. കാനിബൽ എന്നാൽ അർത്ഥം നരഭോജി എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ മൃഗങ്ങൾ, ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൃഗങ്ങളെ തിന്നുന്ന മൃഗം, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കാനിബൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മൃഗങ്ങളെ ഭക്ഷിച്ചതിനാണ്, മനുഷ്യരെ ഭക്ഷിച്ചതിനല്ല. കാനിബൽ കപ്പിൾ ദമ്പതികൾ സെർവ്ഡ് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. മെയ്ഡ് വിത്ത് ക്രോസ്. ക്രോ എന്നാൽ കാക്ക, ക്രോസ് കാക്കകളെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. ഇൻ തിരുവല്ലൂരിലാണ് സംഭവം. കപ്പിൾ അറസ്റ്റഡ്. ഈ ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. കാക്കയിറച്ചി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ഈ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൻ അൺയൂഷ്വൽ ഇവൻറ്റ്. അൺയൂഷ്വൽ എന്നാൽ അസാധാരണമായിട്ടുള്ള. ആൻ അൺയൂഷ്വൽ ഇവൻറ്റ് ഒരു അസാധാരണമായിട്ടുള്ള സംഭവം. ഹേസ് എമേർജ്ഡ് അത് വെളിപ്പെട്ടു, പുറത്തു വന്നു. ഫ്രം തിരുവല്ലൂർ തമിഴ്നാട് തിരുവല്ലൂർ എന്ന പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഈ അസാധാരണമായിട്ടുള്ള സംഭവം വെളിപ്പെട്ടത്, പുറത്തിറങ്ങിയത്. വേർ അവിടെ, ആ സ്ഥലത്ത്. എ കപ്പിൾ വാസ് ഫൗണ്ട് ഒരു ദമ്പതികളെ കണ്ടെത്തി. പ്രിപ്പയറിങ് ബിരിയാണി യൂസിങ് ക്രോസ് കാക്കകളെ ഉപയോഗിച്ചുകൊണ്ട്, കാക്കമാംസം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയതായിട്ട് കണ്ടെത്തി. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനവകുപ്പ് ഇൻ്റർവീൻഡ് ഇടപെട്ടു. ആൻഡ് ഇഷ്യൂഡ് എ വാർണിംഗ് അലോങ് വിത്ത് എ ഫൈൻ. ഇഷ്യൂഡ് എ വാർണിംഗ് ഒരു താക്കീത് നൽകി. അലോങ് വിത്ത് എ ഫൈൻ ഒരു ഫൈനും നൽകിക്കൊണ്ട്. എന്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കൊരു താക്കീത് നൽകി. ദിസ് പിക്യൂലിയർ ഇൻസിഡൻറ്റ്. ഈ പിക്യൂലിയർ എന്നാൽ വിചിത്രമായ എന്നാണ് അർത്ഥം. ദിസ് പിക്യൂലിയർ ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. ഈ വിചിത്രമായിട്ടുള്ള, ഈ അസാധാരണമായ സംഭവം ഹാസ് ക്യാപ്ചേർഡ് പിടിച്ചെടുത്തു. അറ്റൻഷൻ ശ്രദ്ധ. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥം. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, നേച്ചർ എന്നാൽ രീതി. ഇതിൻ്റെ രീതി കൊണ്ടാണ്, ഈ സംഭവത്തിൻ്റെ രീതി കൊണ്ടാണ് ഈ സംഭവം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഫോറസ്റ്റ് ഒഫീഷ്യൽസ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഡിസ്കവേർഡ് കണ്ടെത്തി. ദാറ്റ് രമേശ് ആൻഡ് ബുച്ചമ്മ വേർ ഇൻവോൾവ്ഡ്. ഈ ദമ്പതികളായിട്ടുള്ള രമേശും ബുച്ചമ്മയും വേർ ഇൻവോൾവ്ഡ് അവർ ഇൻവോൾവ്ഡ് എന്നാൽ പങ്കെടുത്തു എന്നുള്ള അർത്ഥമാണ്, ഉൾപ്പെട്ടു. ഇൻ കില്ലിംഗ് ക്രോസ് ഇൻ തൊരൈപ്പക്കം വില്ലേജ്. ഈ സ്ഥലത്താണ് സംഭവം, ഈ ഗ്രാമത്തിലാണ് സംഭവം. അവർ ഈ കാക്കകളെ കൊലപ്പെടുത്തി. ക്ലോസ് ടു ദ നെയപ്പക്കം റിസർവ്. നെയപ്പക്കം റിസർവിൻ്റെ അടുത്താണ് ഈ ഗ്രാമം. ക്ലോസ് ടു എന്നാൽ അടുത്തുള്ള. ഈ ഗ്രാമത്തിലാണ് സംഭവം. അപ്പോൺ റീച്ചിങ് ദെയർ റെസിഡൻസ് എന്നാൽ വാസസ്ഥലം. അവരുടെ താമസസ്ഥലത്ത് എത്തിയപ്പോൾ അതോറിറ്റീസ് അധികാരികൾ സീസ്ഡ് പിടിച്ചെടുത്തു. 19 ക്രോസ് 19 കാക്കകളെ അവർ അവരുടെ വീട്ടിൽ വച്ച് പിടിച്ചെടുത്തു. ദ കപ്പിൾ ആ ദമ്പതികൾ ക്ലെയിംഡ് അവർ വാദിച്ചു, പറഞ്ഞു. ദേ കോട്ട് അവർ പിടികൂടി. ദ ബേർഡ്സ് അവർ ആ പക്ഷികളെ പിടികൂടി. ഫോർ ഫുഡ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കാനാണ് അവർ പിടികൂടിയത് എന്ന് അവർ വാദിച്ചു. ബട്ട് പക്ഷേ സസ്പിഷൻ എന്നാൽ സംശയം അറോസ് എന്നാൽ ഉയർന്നു. സംശയം ഉയർന്നു. എബൌട്ട് അതിനെക്കുറിച്ച്. സപ്ലൈയിങ് ക്രോ മീറ്റ് ടു റോഡ് സൈഡ് ഈറ്ററീസ്. ഈറ്ററി എന്നാൽ ഭക്ഷണശാല എന്നാണ് അർത്ഥം. ഈറ്ററീസ് ഭക്ഷണശാലകൾ. അവർ വാദിച്ചു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാക്കകളെ പിടികൂടിയത്. പക്ഷേ എന്നാൽ സംശയം ഉയർന്നു. എന്താണ് സംശയം? അവർ വിതരണം ചെയ്തോ, റോഡ് സൈഡിലുള്ള ഭക്ഷണശാലകളിൽ ഈ മാംസം വിതരണം ചെയ്തോ, ഈ ഒരു കാര്യം എന്താണ് സംശയത്തിലാണ്. ഈ കാര്യം സംശയം
ഉയർന്നു. കൺസേൺസ് ഓവർ ക്രോ പോപ്പുലേഷൻ. കൺസേൺസ് ഉത്കണ്ഠ ഓവർ ക്രോ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്നാൽ അതിൻ്റെ എണ്ണം, അതിൻ്റെ ജനസംഖ്യ. ക്രോ പോപ്പുലേഷൻ കാക്കകളുടെ എണ്ണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്കണ്ഠ ഉയർന്നു. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനവകുപ്പ് എക്സ്പ്രസ്ഡ് പ്രകടിപ്പിച്ചു വറീസ് വ്യാകുലതകൾ എബൌട്ട് ദ ഡ്വിൻഡിലിംഗ് ക്രോ പോപ്പുലേഷൻ. ഡ്വിൻഡിൽ എന്നാൽ അർത്ഥം കുറഞ്ഞു വരിക, ചുരുങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. കാക്കകളുടെ എണ്ണം കുറയുന്നു. ഈ ഒരു കുറയുന്നതിനെപ്പറ്റി ഇതിനെക്കുറിച്ച് അവർ വനവകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ചു. ഒഫീഷ്യൽസ് ഹൈലൈറ്റഡ്. ഉദ്യോഗസ്ഥർ പ്രമുഖമാക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ദാറ്റ് സച്ച് പ്രാക്ടീസസ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കുഡ് ഫേർദർ റെഡ്യൂസ് ദെയർ നമ്പേഴ്സ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവരുടെ എണ്ണം കുറച്ചേക്കും. ഡിസ്പൈറ്റ് എന്നിട്ട് പോലും എന്നാണ് അർത്ഥം. ഡിസ്പൈറ്റ് എന്നിട്ട് പോലും. ദ കപ്പിൾസ് അസേഷൻ. അസേഷൻ എന്നാൽ അവകാശവാദം എന്നുള്ള അർത്ഥമാണ്, തറപ്പിച്ചു പറയൽ. ദ കപ്പിൾസ് അസേഷൻ അവരുടെ ദൃഢമായിട്ടുള്ള വാദം, അവർ ഉറപ്പിച്ചു പറയുന്നു. അവരുടെ വാദം എന്താണ്? ദാറ്റ് കൺസ്യൂമിങ് ക്രോ മീറ്റ് പോസസ് നോ ഹെൽത്ത് റിസ്ക്. കാക്കമാംസം ഭക്ഷിക്കുന്നത് ആരോഗ്യത്തിന് കേടുള്ളതല്ല, ആരോഗ്യത്തെ ദോഷം ചെയ്യുന്നതല്ല എന്നിട്ടും അവർ വാദിച്ചു. അതോറിറ്റീസ് റിമെയിൻ കൺസേൺഡ് എബൌട്ട് ഈക്കോളജിക്കൽ ഇമ്പാക്ട്സ്. ഈക്കോളജിക്കൽ എന്നാൽ പാരിസ്ഥിതികമായ എന്നാണ് അർത്ഥം. പാരിസ്ഥിതികമായിട്ടുള്ള അനന്തരഫലങ്ങളെക്കുറിച്ച് അതോറിറ്റികൾ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ഈ ദമ്പതികൾ പറഞ്ഞു ഇത് ശരീരത്തിന് കേടുള്ളതല്ല ഈ കാക്കയുടെ മാംസം ഭക്ഷിക്കൽ. എന്നിട്ട് പോലും അധികാരികൾ എന്താണ് ഈ പാരിസ്ഥിതികമായിട്ടുള്ള അനന്തരഫലങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. അണ്ടർ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 ഇത് പ്രകാരം, ഈ ആക്ട് പ്രകാരം ക്രൗസ് ആർ ക്ലാസിഫൈഡ് ആസ് പെറ്റ്സ്. ക്ലാസിഫൈഡ് എന്നാൽ ഇനം തിരിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. പെസ്റ്റ് എന്നാൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീവവർഗം. ആ ജീവവർഗത്തിൽ ഇനം തിരിച്ചിട്ടുള്ളതാണ് ഈ കാക്ക. കോൺസിക്വൻ്റ്ലി ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ആൻഡ് ബുച്ചമ്മ വേർ നോട്ട് അറസ്റ്റഡ്. ഈ രമേശും ബുച്ചമ്മയും ഈ ദമ്പതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഫേസ്ഡ് 5,000 rupees ഫൈൻ ഫോർ ഫോറസ്റ്റ് എൻക്രോച്ച്മെൻറ്റ്. എൻക്രോച്ച്മെൻറ്റ് എന്നാൽ അർത്ഥം വനത്തിൽ അതിക്രമിച്ച് കടക്കുക എന്നുള്ള അർത്ഥമാണ്. മൃഗങ്ങളെ പിടികൂടാനോ അതല്ലെങ്കിൽ വൃക്ഷങ്ങൾ എടുക്കാനോ വനത്തിനുള്ളിൽ അതിക്രമിച്ച് കടക്കുക എന്നാണ് അർത്ഥം. ഫോറസ്റ്റ് എൻക്രോച്ച്മെൻറ്റ്. അതിന് പിഴ ഇട്ടു 5,000 രൂപ. എ കേസ് വാസ് ഓൾസോ രജിസ്റ്റേർഡ്. ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് ദം അവർക്കെതിരായിട്ട്. ടു അഡ്രസ് ദിസ് ഇഷ്യൂ ലീഗലി എന്നാൽ നിയമപരമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ അവർക്കെതിരായിട്ട് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സസ്പിഷ്യൻസ് ഓഫ് മീറ്റ് സപ്ലൈ. സസ്പിഷ്യൻസ് എന്നാൽ സംശയങ്ങൾ ഉണ്ട്. അവർ ഈ വിതരണം ചെയ്തോ, ഈ കാക്കയുടെ മാംസം വിതരണം ചെയ്തോ എന്ന് സംശയിക്കുന്നു. വൈൽ ക്വസ്റ്റ്യനിങ് ദ കപ്പിൾ. ഈ ദമ്പതികളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇറ്റ് വാസ് റിവീൽഡ് വെളിപ്പെട്ടു ദാറ്റ് എന്താണ് വെളിപ്പെട്ടത്? രമേശിന് ഉണ്ട് 4 daughters 4 പെൺമക്കൾ ആൻഡ് 1 son 4 പെൺമക്കളും ഒരു മകനും ഈ രമേശിന് ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തി ചോദ്യം ചെയ്യലിനിടയിൽ. ദ ഫാമിലി അലേജഡ്ലി റിസോർട്ടഡ് ടു ക്യാച്ചിങ് ക്രോസ് ഫോർ സസ്റ്റനൻസ്. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്. പത്രക്കാർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അതാണ് അലേജഡ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫാമിലി അലേജഡ്ലി റിസോർട്ടഡ്. ഈ കുടുംബം തുനിഞ്ഞത് ടു ക്യാച്ചിങ് ക്രോസ് കാക്കകളെ പിടിക്കാൻ തുനിഞ്ഞതെന്തിനാണ്? ഫോർ സസ്റ്റനൻസ് എന്നാൽ ഭക്ഷണം, അതല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഉപജീവന മാർഗം. ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ കാക്കകളെ
പിടികൂടിയത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഹവവർ എന്നാൽ ഒഫീഷ്യൽ സസ്പെക്ട് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു ദാറ്റ് ദ റിയൽ മോട്ടീവ് മൈറ്റ് ബി സപ്ലൈയിങ് ക്രോ മീറ്റ് ടു സ്മോൾ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഓൺ ഹൈവേസ്. ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ഇതാണ്, യഥാർത്ഥത്തിലുള്ള ഇതിന് പിന്നിലുള്ള പ്രചോദനം എന്താണ്, ഈ ചെറിയ കടകൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സുകൾക്ക്, ഭക്ഷണശാലകളിലേക്ക്, ഹൈവേകളിലുള്ള ഭക്ഷണശാലകളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഇതായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്നാണ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. എന്നാൽ കുടുംബം പറയുന്നതാണ് കാക്കകളെ പിടികൂടിയത് ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ്, അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി എന്നാണ്